അവിടെ സംസാരിച്ചൊരു തങ്ങള് അദ്ദേഹം ഈ വഹാബികളെ കുഫർ ആരോപിച്ചുകൊണ്ട് മാറ്റി നിർത്തരുത്, അവരെ നമ്മൾ ചേർത്ത് പിടിക്കണമെന്ന് കുത്തുബി തങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് അഹമ്മദ് കോയ ശാലിയാത്തി തങ്ങൾ പറഞ്ഞതിന് കുത്തുബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ ചില മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ചില പ്രസ്താവനകളെ അസ്ഥാനത്ത് ഉപയോഗിച്ചുകൊണ്ടൊരു തെറ്റിദ്ധരിപ്പിക്കൽ നടത്തി. വേണ്ടത് വിശാലമായ ഐക്യമാണ്, കൂട്ടുപിടിക്കലാണ്. അല്ലാതെ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മൾക്കറിയാലോ, ബഹുമാനപ്പെട്ട ശാലിയാത്തിനെ പോലെയുള്ള മഹാന്മാർ വഹാബികളെ സംബന്ധിച്ച് കാഫറാണെന്ന് വിധി വരണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട അല്ലാമ കുത്തുബി തങ്ങളെ പോലുള്ള മഹാന്മാർ പറഞ്ഞത് അങ്ങനെ പറയരുത്, ഭൂരിപക്ഷം നോക്കിയിട്ട് അവരുടെ പ്രവർത്തനം കൊണ്ട് ഒരാളെ കാഫറാക്കുന്നതിനേക്കാൾ അപ്പുറം അതല്ല നല്ലത്, കൂട്ടുപിടിക്കുകയാണ്, അവരുടെ ആ കുഫീരത്തെ ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നത് വാപ്പ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നതുപോലെ നിസ്സാരമായ പ്രശ്നവും മറ്റും പറഞ്ഞ് വിദ്യുത്തും മറ്റും ആക്ഷേപിച്ച് അവരെ മാറ്റി നിർത്തുന്നതിന് പകരം നമ്മൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾക്കറിയാം ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന പീഡനങ്ങളും മറ്റൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാ മേഖലകളിൽ നിന്നും നമ്മളെ ആക്രമിക്കുവാൻ വേണ്ടി ഇവിടെ കാതോർത്ത് നിൽക്കുമ്പോൾ നമ്മൾ അനൈക്യം സൃഷ്ടിച്ചുകൊണ്ട് ചിഹ്നഭിന്നമാകാതെ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ ഈ പറയപ്പെട്ട കക്ഷി തന്നെ ഇപ്പോൾ ഈ CIC-യുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു പോകുന്ന ഒരാളാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഈ CIC-യുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചു പോകുന്ന ആളുകളാണ് ഇതുപോലുള്ള പുതിയ പുതിയ തിയറികൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ സമസ്ത മാറ്റി നിർത്തിയതിനോട് ഇപ്പോൾ അവർക്ക് പിരിയാൻ കഴിയാത്ത ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് അവരിപ്പോൾ അങ്ങനെ രണ്ട് തോണിയിലും കാലിട്ടെടുക്കുന്ന അവസ്ഥയുള്ളത്. അപ്പോൾ ഈ രണ്ട് തോണിയിലും കാലിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു ചേർത്ത് പിടിക്കലിൻ്റെ പ്രയോഗങ്ങൾ വല്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പൊതുവെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തി, അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നൊരു സംവിധാനം ഇവിടെ രൂപീകരിക്കപ്പെട്ടത് കൊണ്ടാണ് അവരൊക്കെ തങ്ങളും ഹൈദറൂസിയും ബുഖാരിയും ബാലവിയും പിന്നെ ജിഫിരിയും ഒക്കെ ആയിട്ട് ഇന്ന് സമൂഹത്തിൻ്റെ ഇടയിൽ സയ്യിദന്മാർ എന്ന ആദരവിലും ആനുകൂല്യത്തിലും ബഹുമാനം ലഭിച്ചുകൊണ്ടും ജീവിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഒക്കെ വെറും മുഹമ്മദ് കോയമാരും കോയാമുമാരും വീരാൻകുട്ടിമാരുമായി സാധാരണക്കാരായി ജീവിക്കേണ്ട അവസ്ഥ വരുമായിരുന്നു. കാരണം എന്താ, സയ്യിദന്മാരെന്ന് പറഞ്ഞൊരു വകുപ്പ് തന്നെ ഇവിടെ ഇല്ല, അങ്ങനെ ഒരു വർഗം തന്നെ ഇവിടെ ഇല്ല എന്ന് വാദിച്ച ആളുകളാണ് ഈ വഹാബികൾ. അവരൊക്കെ കൂടെ ചേർത്ത് പിടിക്കണം എന്ന് ഇപ്പോഴല്ലേ പറയണത്. ഈ ചേർത്ത് പിടിക്കണം എന്ന് മുൻഗാമികൾ ഇവരെ പോലെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ തങ്ങന്മാർ പറഞ്ഞ സംഭവം തന്നെ ഉണ്ടാവില്ല. അതൊക്കെ ഇവരൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്, സാന്ദർഭികമായി പറഞ്ഞു മാത്രം. ഏതായാലും നമുക്ക് വിഷയത്തേക്ക് തന്നെ വരാം.